ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയൊരു വിശേഷമുള്ള ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ വീട്ടിലുള്ള ദിവസം എനിക്ക് ഇവന്മാരുടെ കൂടെ കളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവന്മാരെ പിന്നെ ഞങ്ങൾ അങ്ങനെ അയച്ചു വിടാറൊന്നുമില്ല. അയച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവന്മാരെ വീട്ടിലേക്ക് വരും. ഇന്ന് അമ്മൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അമ്പലത്തിൽ പോകാന്നുള്ള പ്ലാനിലാണ്. അല്ലെങ്കിൽ വണ്ടി കഴുകിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഇതിനൊരു സമയം കിട്ടിയത്. നിങ്ങൾ ഈ പണി നിർത്തി എൻ്റെ വണ്ടി കഴുകി തരുമോ? എനിക്ക് അതൊന്നുമല്ല പണി. എനിക്കിതാ ഈ പണികളൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് കുളിക്കണം, തീരുമ്പണം. ഇതൊക്കെ ആര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യണ്ടേ. വെറുതെ നിൽക്കണ അമ്മൂമ്മനെ കൊണ്ട് എന്റെ വണ്ടി കഴുകി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മന്റെ പണികളെല്ലാം എന്നോട് പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഞാൻ എന്തിനാ അവിടെ പോയി ചോദിച്ചു എന്നാണ് ഞാൻ പിന്നെ എന്നോട് തന്നെ ഞാൻ ചോദിച്ചത്. അമ്മന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ രാവിലെ എണീച്ച് എനിക്ക് കൊണ്ടുവന്നത് കോപ്പിക്കോ മുട്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഗൈസ്. ഞാൻ അമ്മയോട് ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒറ്റ വാക്കിൽ പറഞ്ഞു നമ്മൾ സ്വയം സന്തോഷിക്കാന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരെയും ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഗൈസ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ചെയ്യണം കണ്ടോ. ഗൈസ്, ഞാൻ എന്റെ അമ്മയ്ക്ക് ഇന്നൊരു ചന്ദനം ഇട്ട് കൊടുക്കണം ഗൈസ്. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും കൂടി കേക്ക് മേടിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയി. ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ ഈ പ്ലം കേക്ക് മേടിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ പ്ലം കേക്ക് അല്ലാണ്ട് വേറെ ഏത് കേക്കിനോട് വലിയ താല്പര്യമില്ല. പോരാത്തതിന് ഇന്ന് ക്രിസ്മസും ആയതുകൊണ്ട് പ്ലം കേക്ക് തന്നെ മതി എന്നുള്ള വാശിയിൽ ഞാൻ നിന്നു. കേക്കെല്ലാം മേടിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അച്ഛൻ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി. എനിക്ക് പോലും മേടിച്ചു തന്നിട്ടില്ല ഇത്രയും നല്ലൊരു സാധനം. എന്താണെങ്കിലും അമ്മയ്ക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടമായി. അമ്മ എന്തായാലും നല്ല സന്തോഷത്തിലാണ്. ഈ സന്തോഷം എന്നും കണ്ടാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം.